കൊളംബോയിൽ അടുത്ത് നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലം തേഹിവാല സൂ അഥവാ ശ്രീലങ്കൻ നാഷണൽ സുവോളജിക്കൽ പാർക്കാണ്. ഇവിടെ ഏകദേശം ഒരു ദിവസം തന്നെ നമുക്ക് സ്പെൻഡായി പോകും. ആദ്യം കയറുമ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റി മീൻ, കടൽ മീനുകളും ഫ്രഷ് വാട്ടർ ഫിഷസും ഒരുപാടുണ്ട്. ഈ കാണുന്ന പിരാനയാണ്, ആണ് സിനിമയിലൊക്കെ കണ്ട പിരാന, മനുഷ്യനെ വരെ തിന്നുന്ന. ഇവിടെ മൃഗങ്ങളെ വളർത്തുന്ന രീതി തന്നെ ഭയങ്കര രസമാണ്. ഒരു ദിവസം മുഴുവൻ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അതിനകത്ത്. ഒരുപാട് ദേശാടന കിളികളും മറ്റും ഉണ്ട്. ദേശാടന കിളികൾ വന്നിരിക്കുന്ന ഒരു മരമാണ്, അതിന് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇത് കക്കാവു എന്ന് പറയുന്ന അതിൻ്റെ തന്നെ വമ്പൻ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത് വന്നിരിക്കും. അതൊരു ഓപ്പൺ സൂ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ മൃഗങ്ങളെയും നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഏകദേശം 8-9 മണിക്കൂർ അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് മിസ്സായ കുറേ സംഗതികളുണ്ട്. എലിഫൻറ്റ് ഷോ ഉണ്ട്, എലിഫൻറ്റുകളുടെ കളികൾ ഉണ്ട്. അതിന് വെച്ചിട്ട് സർക്കസ് പോലെ പരിപാടി നടത്തുന്നുണ്ട്. ഇതിനുള്ളിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ സെറ്റ് ചെയ്തെന്ന് ഒരു ആമസോൺ വനത്തിൻ്റെ പ്രതീതിയൊക്കെ പോലെ ഭയങ്കര ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇത്രയും തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന സൂകളുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. ടൈഗറൊക്കെ നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഗ്രില്ലിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. എല്ലാ മൃഗങ്ങളും ഒരുപാട്, സിംഹത്തിനെയൊക്കെ തന്നെ നമുക്ക് ഇത്ര അടുത്ത് പോയിട്ട് അതിനെ ഫീഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിംബ എന്ന് പറഞ്ഞൊരു ചെറിയ സിംഹമുണ്ട്. അന്ന് പിന്നെ ആൾത്തിരക്കായതുകൊണ്ട് അതിനെ പുറത്തിറക്കില്ല, മറ്റത് പുറത്തിറക്കി നമ്മുടെ അടുത്തൊക്കെ കൊണ്ടുവരും. സിംഹത്തിൻ്റെ കുട്ടിയുണ്ട് സിംബ എന്ന് പറഞ്ഞിട്ട്. ഇത് സിംഹത്തിനെ ഫീഡ് ചെയ്യുന്നതാണ്. ഒരുപാട് നമുക്ക് മിസ് ചെയ്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. എന്നാലും വളരെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു അനാക്കൊണ്ട ഉണ്ട്. അനാക്കൊണ്ട ഞാൻ ഇതുവരെ വേറൊരു സൂലും അങ്ങനെ കണ്ടിട്ടില്ല. അനാക്കൊണ്ട വരെയുണ്ട്. ഒരുപാട് റെപ്റ്റൈൽസും ഐറ്റംസും ഉള്ള ഭയങ്കര ഇതിൽ ചെയ്തിരിക്കുന്നതാണ് അവർ. വലിയ അനാക്കൊണ്ടയാണ്.